ഹലോ ഫ്രണ്ട്സ്, ഇന്ന് കുക്കുവിൻ്റെ കുത്തിവയ്പ്പിൻ്റെ ഡേ ആണ് കേട്ടോ. അപ്പോൾ ഇന്ന് അവന് ഇഞ്ചക്ഷൻ എടുക്കാനായിട്ട് പോകണം. അവനെ എഴുന്നേൽപ്പിച്ച് പിന്നെ അവൻ്റെ കുപ്പിയൊക്കെ കഴുകി. അപ്പോഴേക്കും അപ്പൂസൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ചായ കുടിച്ചു, ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു ഒന്ന്. പിന്നെ അവർ റെഡിയായി കുളിച്ച് പിന്നെ കുഞ്ഞാവിടെ കൂടെ എത്തിയാലും കളിക്കായിരുന്നു. കുഞ്ഞാവിടെ ഇങ്ങനെ പറയുകയാണ് ഇന്ന് ഇഞ്ചക്ഷൻ ഉണ്ട്, ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞാൽ വേദന എടുക്കുന്നൊക്കെ എന്ന് പറയായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വാവോട് ബായൊക്കെ പറഞ്ഞു സ്കൂളിൽ പോയി. ചേട്ടൻ അവർ സ്കൂളിൽ ഉണ്ടാക്കി. പിന്നെ ഞങ്ങൾ കുത്തിവയ്പ്പിൻ്റെ കാർഡൊക്കെ എടുത്ത് കുപ്പിയൊക്കെ ചെയ്ത് വെള്ളം നിറച്ച് കൊണ്ടുപോയി. ഞങ്ങളുടെ അടുത്തുള്ള ഹെൽത്ത് സെൻ്ററിലേക്കാണ് കൊണ്ടുപോയത്. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴ പെയ്തു. മഴയൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോകാനായിട്ട് നല്ല രസമല്ലേ. അപ്പോൾ കുക്കും കൂടി ജനിച്ച് കഴിഞ്ഞാൽ പിന്നെ ഞാൻ അങ്ങനെ പുറത്തേക്കൊന്നും അധികം പോകാറില്ല. അതുകൊണ്ട് ഇങ്ങനെയൊക്കെ വല്ലപ്പോഴും പോകുമ്പോൾ ഒരു സന്തോഷിക്കുക. എനിക്ക് പോനെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നുണ്ടാ, ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുന്നതാ ഒത്തു കിട്ടിട്ടാ. അങ്ങനെ ഞങ്ങളവിടെ എത്തി. ഇഞ്ചക്ഷനൊക്കെ എടുത്തു. അത് ഇഞ്ചക്ഷൻ എടുത്ത സമയത്ത് അവന് നല്ല വേദനയായിരുന്നു. പിന്നെ അവൻ ഉറങ്ങി, ചേട്ടൻ്റെ കയ്യിലിരുന്ന് ഉറങ്ങി. പിന്നെ ഈ ഇഞ്ചക്ഷൻ അധികം വേദനയൊന്നും ഇല്ല എന്നാണ് പറഞ്ഞത്. മുന്നത്തെ ഇഞ്ചക്ഷനൊക്കെ അത്യാവശ്യം വേദനയും പനിയൊക്കെ ഉണ്ടാവുമല്ലോ. ഈ ഇഞ്ചക്ഷന് പനിയൊന്നും ഇല്ലയെന്ന് തോന്നണു, പനിയൊന്നും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്, നേഴ്സുമാർ പറഞ്ഞത്. എന്നാലും മരുന്ന് കൊടുക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കുഞ്ഞ് നല്ല ഉറക്കമുണ്ടാ, ഇനി വേദന കുറച്ച് കഴിയുമ്പോൾ ഉണ്ടാവുമായിരിക്കും, എന്നെ തുടങ്ങിയിരിക്കും അറിയില്ല. പിന്നെ വന്ന വഴിക്ക് ഞാൻ എൻ്റെ വീട്ടിലൊക്കെ ഒന്ന് കയറി. അവിടെ ചെന്നപ്പോൾ അപ്പച്ചനുണ്ടായിരുന്നു. പിന്നെ അവിടെ ഒരു മൾബറിയുടെ മരമുണ്ട്. ആ മരത്തുമ്മ നിറച്ചിങ്ങനെ മൾബറി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവർ പിള്ളേർ ചെല്ലുമ്പോൾ നല്ല ഇഷ്ടമായിരുന്നു അവർക്ക് പറിച്ചൊക്കെ തിന്നാനായിട്ട്. അപ്പോൾ അമ്മ എനിക്ക് കുറച്ച് മൾബറിയൊക്കെ തന്നു വിട്ടു. വീടടുത്തൊന്നും കാര്യമില്ല. സ്കൂൾ തുറന്നാൽ പിന്നെ എല്ലാവരും പോക്ക് കണക്കായിരിക്കുള്ളൂ. ക്ലാസ് വിടലും ബഹളമൊക്കെ ആയിരിക്കില്ല. അങ്ങനെ വീട്ടിൽ നിന്ന് തിരിച്ചു വന്നു. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി. പിന്നെ വന്ന വഴിക്ക് ചേട്ടൻ കടയിൽ കയറി സമൂസ വാങ്ങിച്ചു. ഇത് കുഞ്ഞ് കാടമുട്ടയില്ലേ, കാടമുട്ട വെച്ചുണ്ടാക്കണ സമൂസ കേട്ടാ. അവൻ ഓക്കേന്ന് അറിഞ്ഞപ്പോൾ വാക്കറിൽ കുറച്ച് നേരം ഇരുത്തി നോക്കി. അപ്പോൾ ഇരിക്കുന്നുണ്ട്, പക്ഷെ ചെറിയ വേദന ഉണ്ടെന്ന് തോന്നുന്നു. കളിക്കണ്ടെന്ന് റെസ്റ്റ് എടുത്തോ, റെസ്റ്റ്. ഓ വേദനയുണ്ട്, വേദനയുണ്ട്, കളിക്കണ്ടെന്ന് ഉറങ്ങിക്കോവാ. ഇടുക്ക് പപ്പ കൊച്ചിനെ. പിന്നെ ചേട്ടന്മാർക്ക് വാങ്ങിച്ച് മിഠായി എന്നൊക്കെ ഒരു ഇച്ചിരി കൊടുത്തപ്പോൾ ആൾ കരച്ചിലൊക്കെ നിർത്തി. ഇത് കഴിഞ്ഞ ഇഞ്ചക്ഷൻ്റെ പോലത്തൊന്നും വേദനയൊന്നുമില്ല. ആൾ അത്ര കരച്ചിലൊന്നുമില്ല.
പിന്നെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.